ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെയോ അതിലധിഷ്ഠിതമായ ഭാഷയെയോ പിന്തുടരുകയും ആചരിക്കുകയും ചെയ്യുന്നതിൽ ആർക്കും പ്രതിഷേധമുണ്ടാകേണ്ട കാര്യമില്ല. എന്നാൽ തങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും മാത്രമാണ് ശരിയെന്നും അത് മറ്റുള്ളവരും അനുസരിക്കണമെന്ന് ശാഠ്യം പിടിക്കുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു ഭീകരത വരികയും അത് മനുഷ്യർക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോഴാണ് അത് മതഭാഷാ തീവ്രവാദത്തിൻ്റെ പരിധിയിൽ വരുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ ശരാശരി ഹിന്ദു മതവിശ്വാസികളെയോ അല്ലെങ്കിൽ ആ മതത്തെയോ വിമർശിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല. ആ മതത്തെയും അതിലെ ഗ്രന്ഥഭാഷയെയും കേവല രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നവരുടെ ഗൂഢലക്ഷ്യത്തെ തുറന്നു കാണിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. നമസ്കാരം. ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ ഹിന്ദുത്വത്തിൻ്റെ ലക്ഷ്യവും മാർഗവുമാണ് സംസ്കൃതം. അധികാര സ്ഥാപനത്തിന് മാർഗമായും ഉപകരണമായും ആയുധമായും ഒക്കെ സവർണ ബ്രാഹ്മണ്യം ഭാഷയെ ഉപയോഗിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യവഹാര ഭാഷയുടെ ആദേശ പ്രത്യയശാസ്ത്രത്തെ വളരെ സൂക്ഷ്മമായി പ്രയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിനുമേൽ അധികാരം സ്ഥാപിക്കുവാനും ബ്രാഹ്മണിസത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ അധീശത്വ സംസ്ഥാപനത്തിന് വഴിയും ആയുധവുമായി സംസ്കൃത ഭാഷ ഉപയോഗിക്കപ്പെട്ടത് എങ്ങനെ എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വംശീയമായ അക്രമങ്ങളെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ ഭാഷയോളം പ്രാപ്തിയുള്ള മറ്റൊന്നും തന്നെയില്ല. രണ്ട് രീതിയിലാണ് ഈ ഭാഷാധികാരം പ്രവർത്തിക്കുന്നത്. ഭാഷയെ നേരിട്ട് ആയുധമാക്കിയാണ് പലപ്പോഴും സാംസ്കാരിക അധികാരം സ്ഥാപിക്കുന്നത്. പ്രത്യക്ഷമായ അധികാരത്തേക്കാൾ ബലവത്തായതും അപകടകരവുമായത് പരോക്ഷമായ അധികാരമാണ്. ഇന്ത്യയിൽ മതത്തിലും രാഷ്ട്രീയത്തിലും നൂറ്റാണ്ടുകളായി അധികാരം കൈയാളുന്ന സവർണ ബ്രാഹ്മണ്യത്തിൻ്റെ സമകാലിക രൂപമാണ് ഇന്ന് അധികാരത്തിലുള്ളത്. ദ്രാവിഡ സംസ്കാര ഇടങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനും സംസ്കൃതത്തെ വേദഭാഷയായി പ്രതിഷ്ഠിക്കാനുമുള്ള രാഷ്ട്രീയ ശ്രമങ്ങളാണ് നടക്കുന്നത്. 5000 വർഷത്തെ ചരിത്രം സംസ്കൃതത്തിനുണ്ട് എന്നും കഥകളിൽ മാത്രമുള്ള ദേവലോകത്തിൻ്റെ ഭാഷയാണ് അതെന്നും ചില മഹാപണ്ഡിതർ പോലും വിശ്വസിക്കുന്നു. പഴയ ഇൻഡോ ഇറാനിയൻ ഭാഷാ കുടുംബത്തിൽ നിന്നാണ് സംസ്കൃതം വികസിച്ചു വന്നത് എന്ന് ആധുനിക ഭാഷാ ഗവേഷകർ പറയുന്നു. ആര്യന്മാരാണ് ഇന്ത്യയിൽ സംസ്കൃതത്തെ പ്രചരിപ്പിച്ചത് എന്നതും പ്രമുഖമായ ഭാഷാ സിദ്ധാന്തം തന്നെ. മാത്രമല്ല, പൗരാണിക ഇറാനിലെ സൗരാഷ്ട്രീയൻ മതഗ്രന്ഥത്തിലെ അവസ്തയാൻ ഭാഷയുടെ വലിയ സ്വാധീനം വേദഭാഷയായ സംസ്കൃതത്തിൽ ഉണ്ടെന്നതും പ്രകീർത്തിക്കപ്പെടുന്നത് പോലെയുള്ള ദിവ്യത്വമൊന്നും അതിനില്ലെന്നുള്ളതിൻ്റെ തെളിവാണ്. മന്ത്രങ്ങളും വേദങ്ങളും എഴുതപ്പെട്ട സംസ്കൃതത്തെ വൈദിക സംസ്കൃതമെന്നും കാവ്യങ്ങളും നാടകങ്ങളും രചിക്കപ്പെട്ട സംസ്കൃതത്തെ ലൗകിക സംസ്കൃതമെന്നുമാണ് വിളിച്ചത്. സംസ്കൃതത്തെ ഭാഷകളുടെ മാതാവായി പ്രതിഷ്ഠിക്കാനുള്ള ഹിന്ദുത്വവാദികളുടെ ശ്രമം ആഗോള ഹൈന്ദവം എന്ന സങ്കല്പ ലോകത്തേക്കുള്ള വഴിയൊരുക്കലിൻ്റെ ഭാഗമാണ്. എല്ലാ ഭാഷകളും സംസ്കൃതം എന്ന ദൈവഭാഷയുടെ സുഗന്ധ സമൃദ്ധിയിൽ നിന്ന് നറുമണം സ്വീകരിച്ചവയാണെന്നാണ് മറ്റൊരു അവകാശവാദം. സംസ്കൃതത്തിൽ നിന്ന് നേരിട്ട് ഊർജം സ്വീകരിച്ച് വളർന്ന ആധുനിക ഭൂരിപക്ഷത്തിൻ്റെ ഭാഷയായതുകൊണ്ടാണ് ഹിന്ദിയെ ഹിന്ദു രാജ്യത്തിൻ്റെ ഒന്നാം ഭാഷയായി പരിഗണിക്കേണ്ടത് എന്നും ഹിന്ദുത്വവാദത്തിൻ്റെ തലതൊട്ടപ്പൻ പറഞ്ഞു വെക്കുന്നുണ്ട്. യാഗം മുതൽ യോഗ വരെയുള്ളതൊക്കെ ഹൈന്ദവവൽക്കരണത്തിൻ്റെ പ്രയോഗത്തിനായുള്ള ആയുധങ്ങൾ മാത്രമാണ് ഇവർക്ക്. ഹിന്ദി, സംസ്കൃതം ഭാഷകളെ ഇന്ത്യയുടെ ഏക ഭാഷകളായി മാറ്റുക എന്ന ഗൂഢ അജണ്ട നടപ്പിലാക്കാനുള്ള ഏറ്റവും അനുകൂലമായ സാഹചര്യം വിദ്യാഭ്യാസത്തിലായിരുന്നത് കൊണ്ട് തന്നെ ഇവർ ഏറ്റവും അധികം കൈവച്ചത് ആ മേഖലയിൽ തന്നെയായിരുന്നു. വിവിധ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പുറത്തിറക്കിയ പ്രമേയങ്ങളിൽ ഈ ഭാഷാ നയം അവർ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ നയങ്ങളുടെ പ്രായോഗിക രൂപമാണ് പഠന മാധ്യമം സിലബസിൽ വരെ ഹിന്ദുത്വ അജണ്ടകൾ തിരികെ കയറ്റുന്നതിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
2010 ജനുവരിയിൽ ഉത്തരാഖണ്ഡ് സർക്കാർ ആ സംസ്ഥാനത്തിലെ ഒന്നാം ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെയും രണ്ടാം ഔദ്യോഗിക ഭാഷയായി സംസ്കൃതത്തെയും പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ നയത്തിൽ നിർബന്ധിത ഹിന്ദി സംസ്കൃത പഠനത്തിന് നിർദ്ദേശിക്കുന്നുമുണ്ട്. ജ്യോതിഷമാണ് ലോകത്തിലെ ഏറ്റവും ശാസ്ത്രീയമായ അറിവെന്നും ലോകത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി ഗണപതിയുടെ തലയിൽ നടത്തിയ രാഷ്ട്രമാണ് ഭാരതമെന്നും 1,00,000 വർഷം മുമ്പ് കണാദ മഹർഷി ഇന്ത്യയിൽ ന്യൂക്ലിയർ പരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നുമൊക്കെ തട്ടിവിട്ട് പ്രശസ്തനായ ഒരാളാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നുകൂടി അറിയുമ്പോഴാണ് ആ നയത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ മാഹാത്മ്യം നാം തിരിച്ചറിയുന്നത്. ഹിന്ദുത്വ അനുബന്ധ സംഘമായ ഭാരതീയ ശിക്ഷൺ മണ്ഡൽ പുതിയ വിദ്യാഭ്യാസ നയത്തിലേക്ക് നൽകിയ ശുപാർശകളിലാണ് ഈ നിർദ്ദേശങ്ങളുള്ളത്. ഭാരതീയ പാരമ്പര്യത്തോടുള്ള കൂറ്, സാംസ്കാരിക വിദ്യാഭ്യാസം, ധാർമ്മിക ശിക്ഷണം തുടങ്ങിയ മേമ്പടികളോടെയാണ് ഹിന്ദുത്വ അജണ്ടകൾ വിദ്യാഭ്യാസത്തിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ആശങ്കാജനകമായ കാര്യം. എല്ലാ ഇന്ത്യൻ ഭാഷകളുടെയും മൂലഭാഷയാണ് സംസ്കൃതം എന്ന വാദം ചരിത്രപരമായും ഭാഷാശാസ്ത്രപരമായും തികഞ്ഞ വിഡ്ഢിത്തം നിറഞ്ഞ സാധൂകരണമില്ലാത്ത വാദമാണ്. സാംസ്കാരികവും പ്രാദേശികവുമായി പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ സങ്കീർണമായ പരിണാമദശകളിലൂടെ രൂപപ്പെടുകയും വികസിക്കുകയും ചെയ്തതാണ് എല്ലാ ഇന്ത്യൻ പ്രാദേശിക ഭാഷകളും. പൗരാണിക ഇന്ത്യയിൽ അധികാരം കൈയാളിയിരുന്ന സവർണ ശ്രേണിയുടെ മാത്രം സാഹിത്യ ഭാഷയായിരുന്നു സംസ്കൃതം. ഒരു പൊതുവ്യവഹാര ഭാഷയായി മാറാനുള്ള സാമൂഹിക പശ്ചാത്തലമൊന്നും സംസ്കൃതത്തിന് ഇന്നില്ല. കുറെ കൂടി വൈവിധ്യപൂർണമായ ലിപികളും വ്യവഹാര മാതൃകകളുമുള്ള പ്രാകൃതമാണ് സംസ്കൃതത്തെക്കാൾ ജനകീയമായിരുന്ന പൗരാണിക ഇന്ത്യൻ ഭാഷ. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട വേദസൂക്തങ്ങൾ ശൂദ്രന്മാർ കേട്ടുപോകരുതെന്ന് പോലും മനുസ്മൃതി താക്കീത് ചെയ്യുന്നു. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ ദിവ്യ കഥാപാത്രങ്ങൾക്ക് സംസ്കൃതവും മനുഷ്യ കഥാപാത്രങ്ങൾക്ക് അർത്ഥ സംസ്കൃതവുമാണ് നിർദ്ദേശിക്കുന്നത്. സംസ്കൃതവും നാട്ടുമൊഴിയും ഇടകലർത്തിയ സങ്കര ഭാഷയാണ് അർത്ഥ സംസ്കൃതം. ഇന്ത്യയിലെ ബുദ്ധമതക്കാരുടെ വ്യവഹാര ഭാഷയും ഇത്തരം അർത്ഥ സംസ്കൃതം തന്നെയായിരുന്നു. ഗാഥാഭാഷ, ബൗദ്ധ മിശ്ര സംസ്കൃതം എന്നൊക്കെയായിരുന്നു അതിന് വിളിപ്പേര്. BC 2500 മധ്യേഷ്യയിൽ നിന്ന് ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തി എന്ന സിദ്ധാന്തം മാക്സ് മുള്ളർ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആവിഷ്കരിച്ചതോടെ സംസ്കൃത ഭാഷ അതിശ്രേഷ്ഠമായ ഭാഷയാണെന്നും സംസ്കൃതത്തിൻ്റെ യജമാനന്മാരായ ആര്യന്മാർ അതിശ്രേഷ്ഠരാണെന്നുമുള്ള വാദം സ്ഥാപിക്കപ്പെട്ടു. ജർമ്മനിയിലും ഇറ്റലിയിലും ആര്യൻ മേൽക്കോയ്മ വാദം അപകടകരമായ നിലയിൽ ശക്തി പ്രാപിക്കുന്നതും ഇതേ കാലത്ത് തന്നെയാണ്. സംസ്കൃതത്തെ ഹിന്ദുമതത്തിൻ്റെ പ്രാമാണിക ഭാഷയാക്കുന്നതിൽ ആര്യന്മാർ വിജയിച്ചു. യുക്തിരഹിതവും ഭാഷാ സിദ്ധാന്തങ്ങളെ കീഴ്മേൽ മറിക്കുന്നതുമായ ഒട്ടേറെ മിത്തുകളെ യാഥാർത്ഥ്യം എന്ന രീതിയിൽ സംസ്കൃതത്തിലേക്ക് ചേർത്താണ് കേരളത്തിലടക്കം ചില വ്യാകരണ പണ്ഡിതർ ഇക്കാലത്ത് പോലും കൈകാര്യം ചെയ്യുന്നത്. വൈദിക സംസ്കൃതിയുടെ വ്യാപനത്തിന് മുമ്പേ തന്നെ ബുദ്ധ ജൈന സംസ്കാരങ്ങളിലൂടെ സംസ്കൃതം കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ 8-ാം നൂറ്റാണ്ടിൽ അദ്വൈത വേദാന്തിയായ ശങ്കരനാണ് വൈദിക സംസ്കൃതത്തെ കേരളത്തിൽ കൊണ്ടുവന്നത്. 10-ാം നൂറ്റാണ്ടിൽ കുലശേഖരന്മാരുടെ കാലത്ത് ബ്രാഹ്മണ്യവും സംസ്കൃതവും ഒരുപോലെ മലയാളത്തിനുമേൽ വേരുകളാഴ്ത്തി അധികാരം സ്ഥാപിച്ചു. അത് കേവലം ഒരു ഭാഷാ പ്രക്രിയ എന്ന നിലയ്ക്കല്ല, മറിച്ച് സാമൂഹിക മേൽക്കോയ്മ എന്ന നിലയ്ക്ക് തന്നെയാണ്. ഒരു സമുദായത്തെ നിലനിർത്തുന്ന പ്രധാന ഘടകം ഭാഷയാണ്. ഒരു ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് ഒരു ആധിപത്യത്തെ അടിച്ചേൽപ്പിക്കുക മാത്രമല്ല, ഒരു സംസ്കാരത്തെ മാറ്റി സ്ഥാപിക്കുക കൂടിയാണ്. മേൽക്കോയ്മയുടെ ആയുധം എന്ന നിലയ്ക്ക് സംസ്കൃതം, ഹിന്ദി എന്നീ ഭാഷകളുടെ അടിച്ചേൽപ്പിക്കൽ ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം നടന്നിട്ടുണ്ട്. മാത്രമല്ല, ഉത്തരേന്ത്യയിലെ ബഹുഭാഷാ സംസ്കാരത്തിൽ സംസ്കൃതീകൃതമായ ഹിന്ദി ഉപഭാഷകളുടെ അധിനിവേശം മൂലം ധാരാളം പ്രാദേശിക വാമൊഴി രൂപങ്ങൾ നാമാവശേഷമായിട്ടുമുണ്ട്. ഉത്തരാഖണ്ഡിലെയും ഹിമാലയ താഴ്വരകളിലെയും മധ്യബഹാരി ഭാഷകളായ ഖഡ്വാലി,
കുമ, ഓമ്നി തുടങ്ങിയ പ്രാദേശിക വാമൊഴികൾ 2 തലമുറകൾക്ക് ശേഷം തീർത്തും ഇല്ലാതാകും എന്നാണ് ഭാഷാ ഗവേഷകർ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നത്. ഈ ഭാഷകൾ സംസാരിച്ചിരുന്ന ഉത്തരാഖണ്ഡിലെ ബന്തോൾ, കിമോഡ തുടങ്ങിയ ഗ്രാമങ്ങളെയാണ് സംസ്കൃതം മാത്രം സംസാരിക്കുന്ന ഗ്രാമങ്ങളായി മാറുന്നു എന്ന പ്രചാരണത്തോടെ ഭാഷാധിനിവേശക്കാർ പൊതുവിജ്ഞാന പുസ്തകങ്ങളിലേക്ക് തങ്ങളുടെ അധീശത്വം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. തമിഴിൻ്റെ കഥയും മറ്റൊന്നല്ല. ഒരു വശത്ത് വേദഭാഷയായ സംസ്കൃതം, മറുവശത്ത് ദേശഭാഷയായി പുരോഗതി പ്രാപിച്ച തമിഴ്. ബ്രാഹ്മണർ തമിഴിൽ കസർത്തുകളി നടത്തി തുടങ്ങിയതോടെ തമിഴും സംസ്കൃതവും തമ്മിലായി ചങ്ങാത്തം. സംസ്കൃതക്കാർ മുമ്പന്മാരായി നിന്ന് തമിഴിനെ മലിനമാക്കി. വടക്കൻ ദേശത്തു നിന്ന് വിന്ധ്യാപർവ്വതം കടന്ന് തെക്കൻ ദേശത്തെത്തിയ അഗസ്ത്യമുനിയാണ് അതുവരെ വ്യാകരണമില്ലാതിരുന്ന തമിഴിന് ഇലക്കണം രചിച്ചത് എന്ന കഥ. കേരളം നിർമ്മിച്ചത് പരശുരാമനാണ് എന്നതുപോലെയുള്ള മറ്റൊരു വിഡ്ഢിത്തമാണ് ദ്രാവിഡ ദേശത്ത് പ്രചരിപ്പിച്ചത്. ദക്ഷിണേന്ത്യയിൽ വൈഷ്ണവ മതം പ്രചരിപ്പിക്കാനുള്ള എളുപ്പ വഴിയായാണ് ദ്രാവിഡ ഭാഷയിലെ സംസ്കൃത അധിനിവേശത്തെ ബ്രാഹ്മണ്യം പ്രോത്സാഹിപ്പിച്ചത്. സംസ്കൃത സാഹിത്യത്തിൻ്റെയും അതിൻ്റെ സിദ്ധാന്തങ്ങളുടെയും വമ്പിച്ച സാംസ്കാരിക ഭാരം കാട്ടി കൊതിപ്പിച്ച് തങ്ങൾക്ക് താഴെയുള്ള സമുദായങ്ങളെ പാട്ടിലാക്കി ബ്രാഹ്മണാധികാരം ദക്ഷിണേന്ത്യയിൽ സ്വീകാര്യത നേടിയെടുത്തു. ലോക ചരിത്രത്തിൽ തന്നെ മതപ്രചാരണത്തിൻ്റെ ചരിത്രം തന്നെയാണ് ഭാഷാചരിത്രവും. ബ്രാഹ്മണ വിശ്വാസപ്രകാരം ജന്മം കൊണ്ട് ഹീനരായ ചില സമുദായങ്ങൾക്ക് പോലും സംസ്കൃതാഭ്യാസം കൊണ്ട് അങ്ങനെ ജാതി ശ്രേഷ്ഠത കൈവന്നു. തമിഴ്നാട്ടിലെ പല്ലവരുടെ ചരിത്രവും കേരളത്തിലെ നായർ സമുദായ ചരിത്രവും ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. പുതിയ ജാതികളുടെയും ഐത്തത്തിൻ്റെയും ഉത്ഭവത്തിലെ അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് ഭാഷയായിരുന്നു. ശ്രേഷ്ഠ ഭാഷ, ഉത്തമ ഭാഷ, ശുദ്ധഭാഷ, നീചഭാഷ തുടങ്ങി സങ്കല്പനങ്ങൾ പോലും ചാതുർവർണ്ണ്യ സിദ്ധാന്തത്തിൻ്റെ ഉപോൽപ്പന്നമാണ്. വൈദിക സംസ്കൃതത്തിലുള്ള പ്രാവീണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ബൗദ്ധിക നിലവാരവും അംഗീകാരവും കരസ്ഥമാവുകയും അത് ചില ജാതി വിഭാഗങ്ങൾക്ക് മാത്രം ലഭ്യമാവുകയും ചെയ്തു. സംസ്കൃതം അറിയാത്തത് കൊണ്ട് മാത്രം തോലൻ അരക്കവിയാകുന്നതും സംസ്കൃതം അറിയാവുന്നത് കൊണ്ട് മാത്രം എഴുത്തച്ഛൻ ഭാഷാ പിതാവാകുന്നതും അങ്ങനെയാണ്.